ഹായ് എല്ലാവർക്കും നമസ്കാരം. ഗെയിൻ നോളജ് മിഷൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ നടന്നു വരുന്നു. നമ്മൾ നവംബറിൽ പൂർത്തിയാക്കി ഡിസംബറിൽ ആദ്യത്തെ 2 ദിവസത്തെയും കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ 3, 4 തീയതികളിലെ കറണ്ട് അഫയേഴ്സുകളാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം, ഗെയിൻ നോളജ് മിഷൻ്റെ ഭാഗമായി ആരംഭിക്കുന്ന പുതിയ ബാച്ചുകളിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, ഇനി നമ്മൾ കോഴ്സിൽ ചേരാത്തവരാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് പേർക്കൊന്നും അവസരമില്ല, നമ്മൾ 25 പേർക്കൊക്കെ അവസരം കൊടുക്കുന്നുള്ളൂ. ചേരാത്തവർക്കാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാം. കറണ്ട് അഫയേഴ്സുകൾ കൃത്യമായിട്ട് ഇവിടുന്ന് കിട്ടും. നിങ്ങൾക്ക് അടുത്ത 2025-26 എഴുതുന്ന ഏത് പരീക്ഷയ്ക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ തയ്യാറാക്കി വരുന്നത്. തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക. വരുന്ന പരീക്ഷയിൽ ഒരു ഉന്നത മാർക്ക് നേടാൻ നിങ്ങളിത് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഡിസംബർ 3, 4 ദിവസങ്ങളിലെ 2 ദിവസത്തെ കറണ്ട് അഫയേഴ്സാണ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഡിസംബർ 3-ാം തീയതി ലോക ഭിന്നശേഷി ദിനം. ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഡിസംബർ 3. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരുടെ നേതൃപാടവം സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വികസിപ്പിച്ചെടുക്കൽ എന്നതാണ് ഇത്തവണത്തെ ലോക ഭിന്നശേഷി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ലോക ഭിന്നശേഷി ദിനം എന്നാണ് ഡിസംബർ 3. അതുപോലെ ഡിസംബർ 3-ന് പുതിയ ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലോക്സഭ 2024 ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് ഡിസംബർ 3-ാം തീയതി പാസ്സാക്കി. ബാങ്കിംഗ് മേഖലയിലെ ഭരണനിർവഹണം കാര്യക്ഷമമാക്കാനും ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനങ്ങളൊക്കെ ലഭ്യമാക്കാനൊക്കെ വേണ്ടി കൊണ്ടുവരുന്നൊരു ഭേദഗതിയാണ് ഇതിലെ ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ 2024 എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് 2024 അത് ലോക്സഭ പാസ്സാക്കി. എന്നാണ് പാസ്സാക്കിയത്? ഡിസംബർ 3-ന്. 2024 ഡിസംബർ 3-നാണ് ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് 2024 ലോക്സഭ പാസ്സാക്കിയത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഈ ഭേദഗതി ബില്ലുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് വരുന്നുണ്ട്. അതിലൊന്നാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ നോമിനികളുടെ എണ്ണം 1-ൽ നിന്ന് 4 ഉയർത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഭേദഗതിയൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നോമിനി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാളെയാണ് അവിടെ നോമിനിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി വരാൻ പോകുന്ന ഭേദഗതി അങ്ങനെയല്ല, ഒരു 4 വരെ നോമിനീസിനെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് എന്ത് അവർക്ക് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ വീതിച്ചൊക്കെ കൊടുക്കാം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് 2024 ലോക്സഭ പാസ്സാക്കിയതെന്നാണ് 2024 ഡിസംബർ 3-നാണ്. ഓക്കെ, ഇനി രാജ്യസഭ പാസ്സാക്കാറുണ്ട്. അതിനുശേഷം രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി അത് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരും. ഓക്കെ, ഇപ്പോൾ ലോക്സഭ മാത്രമേ പാസ്സാക്കിയിട്ടുള്ളൂ. ഇനി ഗുജറാത്തിൽ 2002-ൽ നടന്നൊരു സംഭവമാണ് നമുക്കറിയാം, ഗോദ്ര സംഭവം അല്ലേ? ഗുജറാത്തിൽ 2002-ൽ നടന്ന ഗോദ്ര സംഭവത്തെ ആസ്പദമാക്കിയുള്ളൊരു ചിത്രം അടുത്തിടെ പുറത്തിറങ്ങുണ്ടായി. ദി സബർമതി റിപ്പോർട്ട്. ദി സബർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന സിനിമ എന്തിനെ ആസ്പദമാക്കിയുള്ളതാണ്? ഗുജറാത്തിലെ ഗോദ്ര സംഭവത്തെ ആസ്പദമാക്കിയുള്ള 2002-ൽ നടന്ന ഗുജറാത്തിലെ ഗോദ്ര സംഭവത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് ദി സബർമതി റിപ്പോർട്ട്. അതുപോലെ ഡിസംബർ 4-ലേക്ക് വന്നു കഴിഞ്ഞാൽ നാവികസേനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 4-ആണ്. ഇന്ത്യൻ നാവികസേനയുടെ മികച്ച നേട്ടങ്ങളൊക്കെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡിസംബർ 4 എന്തായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്? നാവികസേനാ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാവികസേനാ ദിനം എന്നാണ്? ഡിസംബർ 4-ആണ്. ഓക്കെ, ഇന്നേ ദിവസമായിരുന്നു 1971-ൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ ട്രൈഡൻറ്റ് അല്ലേ? നമ്മൾ അല്ലാതെ ജനറൽ GK-യിൽ പഠിക്കുന്നതാണ്. ഏത്? ഓപ്പറേഷൻ ട്രൈഡൻറ്റ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷൻ ട്രൈഡൻറ്റിൻ്റെ ഭാഗമായിട്ട് അന്നേ ദിവസമാണ് അവിടെ PNS ഖൈബർ ഉൾപ്പെടെയുള്ള 4 കപ്പലുകൾ നമ്മുടെ ഇന്ത്യൻ നാവികസേന ആക്രമിച്ചത്. അപ്പോൾ 1971-ലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പറേഷനും കൂടെ നമ്മളിതിൽ പരിചയപ്പെട്ടു. ഏതാണ്? ഓപ്പറേഷൻ ട്രൈഡൻറ്റ്. അപ്പോൾ ഡിസംബർ 4 എന്താണ്? നാവികസേനാ ദിനം. നാവികസേനാ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 4-ആണ്. അതുപോലെ നമ്മുടെ 2 MLA-മാർ പുതുതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു? UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും. അപ്പോൾ ഇവർ രണ്ടുപേരും പ്രതിനിധീകരിച്ച മണ്ഡലങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. UR പ്രദീപ് മത്സരിച്ചത് ചേലക്കര മണ്ഡലത്തിൽ നിന്നും, രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത് പാലക്കാട് മണ്ഡലത്തിൽ നിന്നുമാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. അപ്പോൾ കേരള നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പിൽ പുതുതായി വന്നിട്ടുള്ള 2 MLA-മാരാണ്. ആരൊക്കെ? UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഓക്കെ, ജസ്റ്റ് അവരുടെ മണ്ഡലങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഇനി നമുക്ക് 2 കണക്ക് നോക്കാം. ഒന്ന്, ഗ്രാമീണ സാക്ഷരത. 2023-24 വർഷത്തിൽ രാജ്യത്തെ ഗ്രാമീണ സാക്ഷരത 77.5% വർദ്ധിച്ചു.
അതായത് 2022-23 77%. 2023-24 ആയപ്പോഴത്തേക്ക് നേരിയ തോതിൽ 0.5 വർധനയും കൂടെ ഉണ്ടായി. എത്രയായി? 77.5%. ഇതൊക്കെ നമ്മുടെ പരീക്ഷകളിൽ വരാൻ പറ്റിയ പോയിന്റുകളാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഗ്രാമീണ സാക്ഷരതയിൽ എത്ര ശതമാനമായി? 77.5%. ഇനി ചോദിക്കാം, 2022-23 എത്ര ശതമാനം വർധനയാണ് രാജ്യത്തെ ഗ്രാമീണ സാക്ഷരതയിൽ ഉണ്ടായെന്ന് ചോദിച്ചാൽ 0.5%. അപ്പോൾ 77% ഇപ്പോൾ എത്രയായി? 77.5%. ഓക്കെ, അപ്പോൾ ഗ്രാമീണ സാക്ഷരത നിലവിലെ 2023-24 കാലഘട്ടത്തിൽ എത്ര ശതമാനമായി? 77.5%. അപ്പോൾ 0.5% വർധന. അതുപോലെ നമ്മുടെ നേരിട്ടുള്ള വിദേശ നിക്ഷേപം, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ 45% വർധനമാണ് 2024 ഏപ്രിൽ മുതൽ ഈ ഒരു സെപ്റ്റംബർ മാസം വരെയുള്ള കാലഘട്ടങ്ങൾ രേഖപ്പെടുത്തിയുള്ള കണക്കും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചൊക്കെ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന മേഖലകളിലൊക്കെ കടന്നു വരാൻ പറ്റിയ പോയിന്റാണ്. അപ്പോൾ 2024 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വിദേശ നിക്ഷേപത്തിൽ എത്ര ശതമാനം വർധനവ് രേഖപ്പെടുത്തി? 45% വർധനവ് രേഖപ്പെടുത്തി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ്. ആദ്യം നമ്മൾ നോക്കിയത് ലോക ഭിന്നശേഷി ദിനം December 3, ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് December 3 ലോകസഭ പാസാക്കി. അതുപോലെ ഗുജറാത്തിലെ ഗോദ്ര സംഭവത്തെ ആസ്പദമാക്കി ഇറങ്ങിയ ചിത്രമാണ് ദി സബർമതി റിപ്പോർട്ട്. December 4 നാവികസേനാ ദിനം. അതുപോലെ കേരളത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 2 MLA-മാരെ കണ്ടു, UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും. അതുപോലെ രാജ്യത്തെ ഗ്രാമീണ സാക്ഷരതയിൽ 0.5% വർദ്ധിച്ച് 2023-24 ആയപ്പോൾ 77.5%. അതുപോലെ എന്ത് ചെയ്യുക? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ 45% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സുകളാണ് ഇന്നത്തെ നമ്മുടെ December 3 4 നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക. ഗെയിൻ നോളജിൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നവംബറിലതും November 1 മുതലുള്ളതും ഈ ഡിസംബറിൽ ഇപ്പം നമ്മൾ പഠിച്ചു പോകുന്നതുമായി കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക് യു.